ഹിന്ദു ഗരുഡ പുരാണം അനുസരിച്ച് ഒരു ആത്മാവിന് ഒരു ദേവക്ഷേത്രത്തിലേക്കും പ്രവേശനമില്ല, ഒരിടത്തേക്കും കയറാൻ പറ്റില്ല. ആ എനർജി ആ ആത്മാവിനെ അകത്തേക്ക് കയറാൻ സമ്മതിക്കില്ല. ഒരു സ്ഥലത്ത് കയറാം, ശിവന്റെ അമ്പലത്തിൽ ആത്മാക്കൾക്ക് കയറാം. ശിവന്റെ അമ്പലത്തിൽ ആത്മാക്കൾക്ക് പ്രവേശനം. അതുകൊണ്ടാണ് ഈ ശിവന്റെ അമ്പലത്തിൽ നമ്മൾ ബലിയിടുന്നത്. അത് മാത്രമല്ല, അവിടെ നമ്മൾ ശിവന്റെ അമ്പലത്തിൽ പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും ബലിയിടാറുണ്ട്. ശിവക്ഷേത്രങ്ങളിൽ ആത്മാക്കൾക്ക് നമുക്ക് ഒരു ബാക്കി ക്ഷേത്രങ്ങൾക്ക് നമ്മൾ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് സഹായം ചെയ്യും, ശിവക്ഷേത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന സമയത്ത് ശിവക്ഷേത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി എഫേർട്ട് എടുക്കുന്നതിന് പുണ്യം കൂടുതലാണെന്ന് പറയും. കാരണം ഒരാത്മാവിന് അഭയസ്ഥാനാണ് ആ ക്ഷേത്രം. ഒരു ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ കയറാൻ പറ്റില്ല, ഒരു ദേവിയുടെ അമ്പലത്തിൽ കയറാൻ പറ്റില്ല, പക്ഷെ ശിവന്റെ അമ്പലത്തിൽ കയറാം. അപ്പൊ അങ്ങനെ എന്തിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ് ഭഗവാൻ. അതും എന്തും എങ്ങനെയാണോ അതുപോലെ വന്നാൽ മതി. ഈവൻ ഗുരുവായൂരപ്പനാണെങ്കിൽ പോലും പ്യൂരിഫൈ ചെയ്തിട്ട് എടുക്കുള്ളൂ, ഒന്ന് റെക്ടിഫൈ ചെയ്യുമായിരുന്നു. മഹാദേവൻ ആ പ്രശ്നമില്ല, ഈ ഭൂതമായാലും പ്രേതായാലും ഞാൻ നോക്കിക്കോളാം, അറിയണം.